എല്ലാവരും ചെയറുകളൊക്കെ നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്ന ശ്രീ രാജരാജൻ സാറ്, പ്രിയപ്പെട്ട ശ്രീ ഉപേന്ദ്രൻ കോൺട്രാക്ടർ, എൻ്റെ ഉപേന്ദ്ര ചേട്ടൻ, സദസ്സിലിരിക്കുന്ന പ്രിയ ഗായകർ, നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. രാഗതാളം എന്ന മ്യൂസിക് ബാൻഡ് നമ്മുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതിൻ്റെ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു പരിശീലന വേദിയാണ് നമ്മളിന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ബാൻഡ് അല്ലെങ്കിൽ ഈ ഒരു സംഗീത സംരംഭം വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നം നമ്മുടെ ഭാഗത്ത് നിന്ന്, പ്രിയ ഗായകരുടെ ഭാഗത്ത് നിന്ന് വളരെ ആത്മാർത്ഥമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന്, അതിൻ്റെ പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ ഈ വേദിയിൽ എത്തിയിരിക്കുന്ന ആദരണീയനായ ശ്രീ ഉപേന്ദ്രൻ കോൺട്രാക്ടർ, ശ്രീ രാജരാജൻ സാർ, അദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞു. നമ്മുടെ പുരയുടെ പൂജപ്പുര റെസ്റ്റോറൻസ് അസോസിയേഷൻ്റെ രക്ഷാധികാരി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇന്ന് ആദ്യമായി പരിചയപ്പെടാൻ കഴിഞ്ഞു അജിതിയുടെ വഴി. ഈ രാഗതാളത്തിൻ്റെ അമരക്കാരൻ എന്ന് പറയുന്നത് ശ്രീ അജിത് നായർ, അജിതികടനാണ്. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിലൊരു സംരംഭം വിളിച്ചു ചേർത്തപ്പോൾ അതിൽ പാടുവാൻ വേണ്ടി നമുക്ക് നല്ല ആത്മാർത്ഥതയുള്ള ഗായകരെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരിശീലനം ഇതിന് നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്ന ഇതിൻ്റെ അമരക്കാരായി വേദിയിൽ എത്തിയിരിക്കുന്ന ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനും നമുക്ക് ആശംസ അർപ്പിക്കുന്നതിനും ഗാനം പാടുന്നതിനെത്തിയിരിക്കുന്ന ശ്രീ കോൺട്രാക്ടർ അഡ്വക്കേറ്റ് ശ്രീ രാജരാജൻ സാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഈ പരിപാടിയുടെ പേരിലുള്ള സ്വാഗതം, ഏറെ ഔപചാരികതയുടെ സ്വാഗതം ആശംസിക്കുന്നു. ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ശ്രീ രാജരാജൻ സാറിനെ ക്ഷണിക്കുന്നു. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതി മേ സദാ. ബഹുമാനായ ശ്രീ പ്രൊഫസർ ശശിചന്ദ്രൻ, നമ്മുടെ ബഹുമാന്യ പ്രിയമുള്ള കലാപ്രേമികളെ, വളരെ സന്തോഷത്തോടെ ഒരു കർമ്മം ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഈ പൂജപ്പുരയെ സംബന്ധിച്ചിടത്തോളം പൂജപ്പുരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പൂജപ്പുര എന്ന് പറയുമ്പോൾ സാംസ്കാരിക രംഗത്തിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് പൂജപ്പുരയാണ്. അത് പിന്നെ കഥാരചനയിലായാലും ശരി, സാഹിത്യരചനയിലായാലും ശരി, അതേപോലെ തന്നെ ഗാനരചനയിലായാലും ശരി, ഏത് മേഖല, കലാ സാഹിത്യ മേഖലകളെ ഏതെടുത്താലും അതിന് നിർണായകമായ പങ്ക് വഹിക്കുന്നതിനും ഒരുപാട് സംഭാവന കൊടുക്കുന്നതിനും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രദേശമാണ് ഈ പൂജപ്പുര ഭാഗങ്ങളെല്ലാം. ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഈ സംരംഭത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിജയമായിരിക്കുമെന്നും ഈ മേഖലകളിലെല്ലാം തന്നെ വളരെ കാര്യപ്രാപ്തിയുള്ള വ്യക്തിത്വങ്ങളെ പരിശീലിപ്പിച്ചെടുത്ത് നല്ല രീതിയിലാക്കിയെടുക്കുന്നതിന് ഈ സംരംഭത്തിൽ കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്നിവിടെ പിന്നെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന രാഗതാളം മ്യൂസിക് ബാൻഡ്, മ്യൂസിക് മേഖലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ന് പിന്നെ ഈ മറ്റു മേഖലകളെല്ലാം കടന്നു വരുന്നിട്ടുണ്ട്. മറ്റേ ദർശ്യ മേഖലകളെ, അതേപോലെ തന്നെ സാഹിത്യ മേഖലകളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ മനസ്സിനെ സ്പർശിക്കാൻ കഴിയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഈ മ്യൂസിക് മേഖലയാണ്.
അത് താളമായാലും ശരി, പാട്ടായാലും ശരി, ഏതായാലും മനുഷ്യന്റെ മനസ്സിന്റെ വികാരങ്ങളെ, ആ വികാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഉണർത്തിയെടുക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് ഈ ഗാനമേഖല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഈ പഴയ തലമുറയെ സംബന്ധിച്ചിടത്തോളം വായിച്ചറിവ് ഒരുപാടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് വായിച്ചറിവ് വളരെ കുറവാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളമായാലും വരുന്ന തലമുറകളെ സംബന്ധിച്ചിടത്തോളമായാലും മനുഷ്യന്റെ വികാരങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി നല്ല രീതിയിൽ അതിനെ